ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്ന് തിരുവോണ ദിവസം രാവിലെ എണീറ്റൊരു കുളി അങ്ങ് പാസ്സാക്കി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അമ്മ കാപ്പി ഇട്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം പച്ചക്കറിക്കും പൂവിനും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ട് മഴ നനഞ്ഞ് നാശമായിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ പൂവൊന്നും ഇറുത്ത് വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പൂക്കളമിടല് കുടുംബത്ത്. ഞാൻ വന്ന് പൂവെടുത്ത് തുടങ്ങിയപ്പോഴേക്ക് രണ്ടുപേര് പതുക്കെ എണീറ്റ് പോരുന്നു. വീട്ടിൽ നിന്നും കൂടെ ഒരു സിസേഴ്സ് ഞാൻ എടുത്തിരുന്നു, എന്നാലേ പെട്ടെന്ന് ഈ പരിപാടി കഴിയത്തുള്ളൂ. പൂവിടാനായിട്ടുള്ള മണ്ണൊക്കെ ഇന്നലെ ഇവന്മാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അനു ഉറക്കം എഴുന്നേറ്റ് വന്നു. ഇനി ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മുണ്ടും ചുറ്റി ഇങ്ങെത്തും. സഹായത്തിന് കുറച്ചധികം പേരുണ്ടായിരുന്നത് കൊണ്ട് ഇവിടുത്തെ പൂക്കളും പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് ആദ്യം തന്ന ചായ മധുരം കുറവുള്ളതായിരുന്നു. ലൂവീസിന് മധുരം കുറച്ച് മതി. മധുരവും കടുപ്പവും കൂടുതലുള്ള ചായ വന്നപ്പോൾ ആ ചായ ഞാനങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു. അവിടുന്ന് പിന്നെ കുറച്ച് പൂവായിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ പാടിയുടെ മുന്നിലേക്കാണ്. അവിടെ അത്തപ്പൂക്കളത്തിന് വട്ടം കൂട്ടുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ചൂണ്ടയിടലും നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇവരുടെ വീടിന് മുന്നിൽ അത്തപ്പൂ റെഡിയാക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പൂവും കൊടുത്തിട്ട് ബാക്കി പൂവും കൊണ്ട് വേണം നമുക്കിനി വീട്ടിലോട്ട് പോകാൻ. വീട്ടിലെ അത്തപ്പൂക്കളത്തിൽ ഞാൻ എൻ്റെ കഴിവ് മൊത്തവും പുറത്തെടുക്കുന്നില്ല. ഇവിടെയുള്ള രണ്ടുപേരെ കൊണ്ട് തന്നെ പൂക്കളെ ഇടിക്കാന്ന് കരുതി രാവിലെ എണീറ്റ് ഡ്രസ്സ് മാറ്റി ഓണത്തിന് മേടിച്ച് ടീഷർട്ട് ഇട്ട് കൊടുത്തപ്പോഴേക്ക് നിലു പറയുന്നുണ്ടായിരുന്നു, അതിന് എൻ്റെ സ്കൂളിലെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞു. തിരുവോണത്തിൻ്റെ അന്ന് അവൻ സ്കൂളിൽ ആഘോഷിച്ചു എന്നാണ് അവൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആയിരിക്കുന്നത്. കുറച്ചുകൂടെ വലുതാവുമ്പോൾ അത് മാറുമായിരിക്കും. ഞാൻ പറഞ്ഞു, ഇന്നാണ് ഇവിടുത്തെ ഓണാഘോഷം, അതുകൊണ്ട് ഇന്ന് ഇവിടെ പൂക്കളം ഇടാന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഞാൻ രണ്ടുപേർക്കുമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. അധികം മസിൽ പിടിക്കാൻ പോയില്ല. പൂക്കളമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊരു ചെറിയ വിളക്കും കൊളുത്തി അതിന് നടുക്ക് വെച്ചു. 3 പൂക്കളത്തിലും വെച്ച് ഏറ്റവും വലുത് പാടിയിലതായിരുന്നു. അത് വീണ്ടും വലുതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവർ. ഓരോരുത്തരായിട്ട് പല സ്ഥലത്തായിട്ട് പൂ വിൽക്കാൻ പോയിട്ടുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അത്തപ്പൂക്കളമായിരുന്നു അത്. അമ്മയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അമ്മയുടെ അനിയൻ്റെ വീട്ടിലേക്ക് പോകും. ഇന്നലെ ഞാൻ 2-3 പുതിയ നൈറ്റി എടുത്തുകൊണ്ട് വന്നിരുന്നു. അതിലൊരെണ്ണം ഒന്ന് ഇറക്കം കുറയ്ക്കാനുണ്ട് അമ്മയ്ക്ക്, എന്നാലേ പാകമാവത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിപ്പോൾ ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഇവിടെയും സേറമോളുടെ വീട്ടിലും എല്ലാം ബ്രെഡും മുട്ടയും ആയിരുന്നു. മുൻപൊക്കെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് മിനിയാൻ്റെ സാമ്പാർ വെക്കുമായിരുന്നു. ദോശയും സാമ്പാറും അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് സദ്യക്കുള്ള സാമ്പാറും ആവും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി പിള്ളേർക്കാണെങ്കിൽ വിശക്കുന്നുമുണ്ട്, ടോസ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ടേക്ക് കൊടുക്കാമെന്ന്. രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ മതി എന്നാണ് പറയുന്നത്. 2 ബ്രെഡ് കഴിച്ചിട്ട് അമ്മേനെയും ഇപ്പോൾ കണ്ണനോ ലൂസോ ആരെങ്കിലും അങ്ങോട്ടേക്ക് കൊണ്ടാക്കും. പിന്നെ ഓണസദ്യ ഇന്ന് എൻ്റെ 1 മാൻ ഷോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുണ്ടും ചുറ്റി ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വന്ന് തുടങ്ങുമെന്ന്. ഉറക്കം എഴുന്നേൽക്കുന്നതനുസരിച്ച് അങ്ങനെ ടീംസ് മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടികളും ഒക്കെ ഉണ്ട്. പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. നമ്മുടെ ഋതുവിൻ്റെ ഫസ്റ്റ് ഓണമാണിത്. ഋതു ആരാന്ന് ഞാൻ ഇനി പ്രത്യേകം പറയണ്ടല്ലോ, വിച്ചുവിൻ്റെ മോള്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൂക്കളം ഇങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുവാണ്. നിലു ഇപ്പോൾ പറയുന്നതേ, മമ്മ ഞങ്ങളുടെ ഭക്ഷണം ഇവർ കട്ടെടുക്കുന്നു എന്നാണ്. ആ ബ്രെഡ് ഇന്ന് ആരൊക്കെയോ 2-3 പീസ് പിച്ച് കഴിച്ചു. അതിനാണ് ഈ പറയുന്നത്. ഇത്തിരി ചൂടുണ്ട്, ഊതി ഊതി തനിയെ അങ്ങ് കഴിച്ചോളും. എന്നാലും വീട്ടിൽ വന്നിരുന്ന് കഴിക്കില്ല. ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. പെട്ടെന്ന് വന്ന് 2 കഷ്ണം ബ്രെഡും എടുത്ത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ അവിയലിനായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പച്ചക്കറി അങ്ങോട്ട് അരിഞ്ഞു തീർന്നപ്പോഴേക്ക് നിലൂനെയും കൊണ്ട് എബി വന്നു. അവനൊന്ന് ഉറങ്ങിപ്പോയി. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പരിപാടികൾ അവൻ തുടങ്ങിക്കോളും. പിന്നെ ഞാൻ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറ് കുക്കറിലേക്ക് ഇട്ടു. പരിപ്പും കുക്കറിൽ. അവിയലിനായിട്ട് 2 ചെറിയുള്ളിയും 1 കഷ്ണം വെളുത്തുള്ളിയും 1 ചെറിയ പച്ചമുളകും കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും ചേർത്ത് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. സാമ്പാറിനുള്ളത് കട്ട് പീസസ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തിരുന്നു. അവിയലിൻ്റെ അരിഞ്ഞ പാത്രത്തിലേക്ക് അരപ്പും ചേർത്തു. ഇനി പരിപ്പ് വേകുമ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ അവിയലിൻ്റെ പാത്രവും അങ്ങ് ഇറക്കി വെക്കും. വിസിലടിക്കുമ്പോൾ രണ്ടും വേവും. പിന്നെ വീണ്ടും തോരനുള്ള അരപ്പ് അരച്ചെടുത്തു. ഇനി നമുക്ക് പരിപ്പ് കറിക്കുള്ള അരപ്പ് ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചു വെക്കാം. പരിപ്പ് കറി, അവിയൽ, തോരൻ, ഇതിനൊക്കെ അരപ്പ് ഏകദേശം ഒരേ കണക്കാണ് വരുന്നത്. പിന്നെ വ്യത്യാസത്തിൽ വരുന്നത് നമ്മുടെ പച്ചടി കിച്ചടിക്കുള്ള അരപ്പാണ്. അത് പിന്നീട് അരയ്ക്കാമെന്ന് കരുതിയിട്ട് മോരിനുള്ള അരപ്പും കൂടെ ഞാൻ ഇതേ ജാറിൽ അങ്ങ് അടിച്ച് വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ ഐറ്റംസിൻ്റെ കൂടെ ഒരല്പം തൈരും കൂടെ ചേർത്താണ് മോരിനരച്ചത്. ഇനി തോരനായിട്ട് കുറച്ച് ബീൻസും ക്യാരറ്റും കൂടെ നന്നാക്കിയെടുക്കാം. ഇത് കുനുകുന അരിഞ്ഞെടുക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചോപ്പറിലിട്ട് അങ്ങ് നുറുക്കിയെടുത്തു.
ഇനി നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളക് ഇട്ട് വെന്ത പരിപ്പെന്ന് ഒരു 2 സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി മീതെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാൽ പരിപ്പ് ചാറ് റെഡിയായി. ബാക്കിയുള്ള പരിപ്പിലേക്ക് കുറച്ച് പുളിവെള്ളവും കട്ട് ചെയ്ത വെജിറ്റബിൾസ് മേടിച്ചപ്പോൾ തക്കാളി അവർ ഇങ്ങനെ തന്നെ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ തക്കാളി എടുത്തൊന്ന് നുറുക്കിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്തു. അവിയലിനുള്ള കൂട്ടെടുത്ത് മേലെ വെച്ച് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ താഴെ സാമ്പാറും മേലെ അവിയലും ഏകദേശം റെഡിയാവും. എന്നിട്ട് ആ 3 ബർണറിലേക്കും അടുത്തോരോ പാത്രങ്ങൾ വെച്ചു. മെഴുക്ക് പുരട്ടിക്കായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് ഇന്നലെ പുരട്ടി വെച്ചിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുത്തു. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികളിട്ട് അതിന് മീതേക്ക് തോരന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ലേശം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചാൽ തോരനും റെഡിയാവും. അപ്പുറത്ത് ഞാൻ മോരാണ് കാച്ചുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ 2-3 തവണ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പാൽമുളകിട്ടാണ് മോര് കാച്ചുന്നത്. സദ്യക്കുള്ള ഒതന്റിക് ആയിട്ടുള്ള എല്ലാ കറികളും ഒന്നും ഞാൻ വെക്കുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുന്നു. കുക്കർ ഷൂന്ന് വെക്കാൻ തുടങ്ങിയപ്പോൾ നിലു എണീറ്റു. പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തോട്ട് പോയി. തൽക്കാലം നമുക്ക് ഗ്യാസ് സ്റ്റവിന് ഒരു ബ്രേക്ക് കൊടുക്കാം. അപ്പോഴേക്കും ഇവിടുത്തെ ഫോട്ടോ സെഷൻ പരിപാടികളും ഒക്കെ കഴിയും. ആ ഫ്രെയിമിലോട്ട് എനിക്ക് ചെന്ന് ഇരിക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഷൂട്ട് ചെയ്താൽ ശരിയാവത്തില്ല. തിരികെ വീട്ടിലേക്ക് പോയി സദ്യയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കിച്ചണിൽ അങ്ങനെ നിന്ന് പണിയെടുക്കുന്ന ആളെ മറന്നു പോകരുതെന്ന്. അവന്മാരത് മറക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിച്ച് പുറത്തിറക്കിക്കൊണ്ടിരിക്കും. അപ്പനും കൊച്ചുപ്പയും പപ്പയും ഒക്കെ ആ കൂട്ടിലിരിപ്പുണ്ട്. മിനിയാൻ്റെ പിന്നെ രാവിലെ സദ്യയൊക്കെ റെഡിയായിട്ട് കട തുറക്കാനായിട്ട് പോയി. ഇന്ന് ഉച്ച വരെ കട തുറന്നിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടിയൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ ഓരോരുത്തർ ഓരോ വീട്ടിൽ പോണത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ പാല് തിളപ്പിച്ച് അതിലേക്ക് പായസത്തിനുള്ള മിക്സ് ആഡ് ചെയ്തു. സാമ്പാർ താളിച്ചെടുത്തു. അവിയലിൻ്റെ റെഡിയാക്കിയ കൂട്ടിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് അവിയലും റെഡിയാക്കി. ഇനി പച്ചടി കിച്ചടി ഐറ്റംസിനായിട്ട് ബീട്രൂട്ടും വെള്ളരി അരിഞ്ഞതും പൈനാപ്പിൾ നുറുക്കിയതും ഒക്കെ കൂടെ ഞാൻ ഓരോ പാത്രത്തിൽ വെച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇഞ്ചിക്കറി ഞാനും അമ്മയും കൂടെ ഇന്നലെ രാത്രി തന്നെ ചെയ്തു വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ അരിഞ്ഞു വെക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു. അതാണിപ്പോൾ ഇത്ര പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഞാനങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. സദ്യക്ക് ഇവിടെ ഒരു നോൺ വെജ് പതിവാണ്. 2 ചുവന്നുള്ളി, 1 പച്ചമുളക്, തേങ്ങ, തൈര്, കടുക്, ഇത്തിരി ബീട്രൂട്ടും ചേർത്ത് ബീട്രൂട്ടിനും പിന്നെ അരയ്ക്കുമ്പോൾ ഇത്തിരി വെള്ളരിയും കൂടെ ചേർത്തരച്ച് വെള്ളരിക്കും. പിന്നെ പൈനാപ്പിൾ കറിക്കായിട്ട് അതേ അരപ്പിൽ ഇത്തിരി പൈനാപ്പിളും കൂടെ ചേർത്ത് അരച്ചു. അത് 3 താളിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നീട് ഉണ്ടായിരുന്നത് പപ്പടം കാച്ചാൻ മാത്രമാണ്. അപ്പോഴേക്ക് കുക്കു ഇലയിട്ട് കറിയൊക്കെ വിളമ്പാൻ തുടങ്ങി. ചിപ്സ്, ഉപ്പേരി, പപ്പടം, പഴം ഇതുപോലെ തട്ടിപ്പോവാത്ത ഐറ്റങ്ങളൊക്കെ വിളമ്പാനായിട്ട് നിലുവും ഉണ്ടായിരുന്നു. ആലനും വിളമ്പി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ 4 ഇലയിലും എല്ലാം വിളമ്പി വെച്ചു. പിന്നീട് എടുക്കാനുള്ള ചോറും പരിപ്പും സാമ്പാറും മോരും പായസവും ഒക്കെ കൊണ്ടുവന്ന് നടുക്കായിട്ട് വെച്ചു. അതാകുമ്പോൾ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളമ്പി കൊടുക്കാമല്ലോ. ചോറ് 1 തവണയും പായസം 3 തവണയുമാണ് നിലു ഇലയിൽ വെച്ച് കുടിച്ചത്. സദ്യ കഴിഞ്ഞാൽ പിന്നെ എന്താന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും കൂടെ കിടന്ന് കുറച്ച് അധികം നേരം ഉറങ്ങി. ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ രാത്രി വരെ പെയ്തു. പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വടംവലിയും പരിപാടികളും ഒന്നും നടത്താൻ പറ്റിയില്ല. നിങ്ങളിപ്പോൾ ഓർക്കും നിലു ബോട്ടിൽ നിർത്തിയെന്ന്. പാല് വേണ്ട, ഗ്ലാസ്സിൽ പായസം മതിയെന്ന് പറഞ്ഞിട്ട് ഉച്ചയുറക്കത്തിൽ എണീറ്റ് പായസവും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കുക്കുവിൻ്റെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ഞങ്ങളിരുന്ന് TV കണ്ടു. മാവേലിയുടെ സ്റ്റോറിയൊക്കെ ഞാൻ 2 പേർക്കും ഇട്ട് കൊടുത്തു. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടെ വറുത്തെടുത്ത് 2 പേർക്കും ചോറ് കൊടുത്തു. ആലന് ചപ്പാത്തിയും പരിപ്പ് കറിയും ചെമ്മീൻ വറുത്തതുമായിട്ട് കൊടുത്തു. 2 പേർക്കുമുള്ള ചോറിട്ടിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് തീർക്കേണ്ട സാധനങ്ങൾ ഇത്തിരി ഉള്ളതൊക്കെ ഞാൻ അങ്ങ് മൊത്തത്തിൽ തട്ടിയെടുത്തു. എല്ലാം കൂടെ കുഴച്ചങ്ങ് കൊടുക്കാം. ഇത് കഴിഞ്ഞ് ഞാനും കൂടെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി കിച്ചടി ഐറ്റംസൊക്കെ ഖതം. ഇതിനിടയിൽ പായസം ഉണ്ടോ എന്ന് നോക്കാൻ വന്നേക്കാണ്. പായസം ഞാൻ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ വീണ്ടും അത് തന്നെ ചോദിക്കും. കിട്ടിയ പപ്പടവുമായിട്ട് സന്തുഷ്ടനായിട്ട് അവനങ്ങ് പോയി. നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിന് ടേസ്റ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ ആദ്യത്തെ പിടി വായിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു തുള്ളിച്ചാട്ടം ഉണ്ടാവും. ഇതിപ്പോൾ ആ ചെമ്മീൻ വറുത്തത് 2-3 കഷ്ണം അതിൻ്റെ തിരിക്കുന്നതിൻ്റെ ചാട്ടമാണ്. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ട് ഓണം ആഘോഷിച്ചു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.